വികീഷ് നമുക്കൊപ്പം ചേരുന്നു. പി വി അൻവർ ഇല്ലാത്ത ഇടതുപക്ഷ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭീഷണിയും വെല്ലുവിളിയും CPM LDF അത് അവിടെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടുപേർക്കും ഇത് അഭിമാന പോരാട്ടമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതുക്കൽ എത്താൻ പോകുന്ന ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. PV അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പോരാളിയുടെ പരിവേഷത്തോടു കൂടിയാണ് അൻവർ എന്ന ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ വിജയത്തിന് തിളക്കമേറെയായിരുന്നു. അൻവർ ഇന്നിപ്പോൾ പിണറായി വിജയനുമായി ഉടക്കി അതല്ലെങ്കിൽ പിണറായി വിജയനുമായി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ, ആ പാളയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇതൊരു ഇരട്ടി അഭിമാന പോരാട്ടം എന്ന് നമുക്ക് നിലമ്പൂരിലെ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ കഴിയാം. കാരണം ഏത് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാലും ഇടതുമുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുകയും അതുവഴി PV അൻവറിനെ തോൽപ്പിക്കുക എന്നതുമായിരിക്കും ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കരുതലോടുകൂടിയായിരിക്കും ഇടതുമുന്നണിയുടെ ഭാഗത്തൊരു തീരുമാനം ഉണ്ടാവുക. UDFനെ സംബന്ധിച്ച് ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്, അവരുടെ പാളയത്തിൽ ആശങ്കയുണ്ടാക്കുന്നത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നത, ഒരു ആഭ്യന്തര തർക്കവും പ്രശ്നവുമായി UDF ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടുത്തെ DCC അധ്യക്ഷൻ VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആലോചനകൾ ശക്തമായുണ്ട്. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് അവിടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും രണ്ടുപേരും സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കുക എന്നതായിരിക്കും കോൺഗ്രസിന് മുന്നിൽ UDFന് മുന്നിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പേരിൽ ഉണ്ടാകുന്ന തർക്കം ഒരു വിജയ സാധ്യതയെ ഇല്ലാതാക്കരുത് എന്ന കരുതലോടുകൂടിയുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നതും. അതുകൊണ്ട് UDFന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും പ്രധാനപ്പെട്ട പ്രശ്നവും തലവേദനയും ആരെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുക എന്നതായിരിക്കും. VS ജോയിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയോ അലോസരപ്പെടുത്തുകയും അതുവഴി വിജയ സാധ്യത ഇല്ലാതായി മാറുമോ എന്നുള്ള ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഫോർമുല അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായും UDF അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ മത്സരവും ആശയക്കുഴപ്പവും ആശങ്കയും നിലനിൽക്കുന്നു എന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തെ രാഷ്ട്രീയ പ്രാധാന്യവും വാർത്താ പ്രാധാന്യവുമുള്ള ഒരു മണ്ഡലമാക്കി മാറ്റി തീർക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായി നടക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കാനുള്ള, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പോരാട്ട വീര്യം തെളിയിക്കാനുള്ള അവസരമാണ്. ആ ഘട്ടത്തിൽ ഇരു മുന്നണികളും അതിശക്തമായ നിലയിലുള്ള പോരാട്ടത്തിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കടക്കാൻ പോകുന്നത്. അവരുന്നയിക്കാൻ പോകുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, ഭരണവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF നടത്താൻ പോകുന്ന ക്യാമ്പയിനുകൾ, ഇടതുമുന്നണിയുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള ക്യാമ്പയിൻ, ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് SK നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, KR ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കും എന്ന ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു.